ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് കുരുക്കുമുറുകുന്നു. അതിജീവിതയും രാഹുലും തമ്മിലുള്ള ശബ്ദരേഖകളുടെ പരിശോധന നടന്നു. ശബ്ദരേഖയിൽ കൃത്രിമം നടന്നിട്ടില്ലെന്നും പുരുഷ ശബ്ദം രാഹുലിന്റേത് തന്നെയാണെന്നും SIT ഉറപ്പിക്കുന്നു. അതേസമയം അതിജീവിതയെ അധിക്ഷേപിച്ച പരാതിയിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടെത്താനായി എല്ലാ ജില്ലകളിലും സംഘത്തെ രൂപീകരിക്കാൻ ADGP നിർദ്ദേശം നൽകി. ബുധനാഴ്ചയ്ക്ക് മുൻപ് അറസ്റ്റ് ഉണ്ടാകണം എന്നാണ് നിർദ്ദേശം. സുഹൃത്ത് ജോബി ജോസഫിനായും തിരച്ചിൽ ഊർജിതമാണ്. ദിസ്ന സുരേഷ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ദിസ്ന, രാഹുൽ മാങ്കൂട്ടത്തിലിന് കുരുക്ക് മുറുകുകയാണ്. ശബ്ദരേഖകളുടെ തെളിവ് പരിശോധിച്ചതിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം ആ ശബ്ദരേഖയിലുള്ള പുരുഷ ശബ്ദം രാഹുലിൻ്റെതാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കൃത്രിമത്വം ഒന്നും തന്നെ നടന്നിട്ടില്ല എന്ന് വരുമ്പോൾ തന്നെ തെളിവുകൾ കൂടുതൽ ബലപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കല്ലേ കാര്യങ്ങൾ ചെന്നെത്തുന്നത്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിലിനെ എത്രയും പെട്ടെന്ന് പിടികൂടണം എന്നുള്ള നിർദ്ദേശം പോലീസ് ഉന്നത മേധാവിയിൽ നിന്നും പോലീസുകാർക്ക് വന്നിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം ആ ഒരു നിയോഗം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് തുടർ പരിശോധനകൾ നടത്തുന്നത് എന്നുമല്ലേ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടാൻ വേണ്ടി ADGPയുടെ കർശന നിർദ്ദേശമുണ്ടായിരിക്കുന്നു. പ്രധാനമായും ബുധനാഴ്ചയാണ് ഈ ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. അതിനു മുൻപ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്തണമെന്നൊരു നിർദ്ദേശമാണ് ADGP നൽകിയിരിക്കുന്നത്. പ്രധാനമായും എല്ലാ ജില്ലകൾ കേന്ദ്രീകരിച്ചും കർശന പരിശോധന നടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാന നേതാക്കന്മാരുടെ വീടുകളിൽ ഉൾപ്പെടെ പരിശോധന നടക്കുന്നു. ഈ രാഹുൽ എത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, പ്രധാന നേതാക്കന്മാരുടെ വീടുകൾ, അതോടൊപ്പം സ്ഥലങ്ങൾ തുടങ്ങിയ സ്ഥലത്തൊക്കെയും പരിശോധന നടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്ക് മുറുകുകയാണ്. ആദ്യഘട്ടത്തിലൊക്കെ തന്നെയും ഈ ശബ്ദരേഖ തൻ്റേതല്ല, അത് ശാസ്ത്രീയമായി തെളിയിക്കട്ടെ എന്നൊക്കെ വലിയ രീതിയിൽ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പ്രതികരണമൊക്കെ തന്നെയും രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിരുന്നു. എന്നാൽ പകുതിയിലധികം ശബ്ദരേഖകൾ പരിശോധിച്ചതിൽ നിന്ന് വളരെ വ്യക്തമായി ഇത് രാഹുലിന്റെ ശബ്ദമാണെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പബ്ലിക് ഡൊമൈനിൽ നിന്നാണ് രാഹുലിന്റെ ശബ്ദമെടുത്തത്. അതോടൊപ്പം തന്നെ ചിത്രാഞ്ജലിയിലാണ് ഈ ശബ്ദവുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധന നടക്കുന്നത്. ബാക്കി കൂടി അറിഞ്ഞാൽ ഈ ശബ്ദ സന്ദേശം മുഴുവനായും രാഹുലിൻ്റെതാണെന്നൊരു സ്ഥിരീകരണം വരും. അല്പസമയത്തിനകം ഈ കേസുമായി ബന്ധപ്പെട്ട് സൈബർ ഇടങ്ങളിൽ ഈ അതിജീവിതയെ അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട രാഹുൽ ഈശ്വറിനെ അല്പസമയത്തിനകം പുറത്തിറക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പ് കണ്ടെത്തേണ്ടതുണ്ട്. ആദ്യഘട്ടത്തിൽ രാഹുൽ ഈശ്വർ പറഞ്ഞത് മൊബൈലിലാണ് ഇത്തരത്തിൽ വീഡിയോ ഉള്ളത് എന്നാണ്. മൊബൈലിൽ നിന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോകൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇനി ലാപ്ടോപ്പ് കൂടി അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം രാഹുൽ ഈശ്വറിനെ പുറത്തിറക്കും എന്നൊരു വിവരം കൂടി നമുക്ക് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്നുണ്ട് രോഹിണി. അങ്ങനെ പുറത്തിറക്കുകയാണെങ്കിൽ ഈ ലാപ്ടോപ്പ് കണ്ടെത്തേണ്ടത് ചിലപ്പോൾ വീട്ടിൽ രാഹുൽ ഈശ്വറിനെ കൊണ്ടുപോകുമെന്നൊരു വിവരം കൂടി ലഭിക്കുന്നു. അതിന് സ്ഥിരീകരണമില്ല. ചിലപ്പോൾ വീട്ടിലെത്തിച്ച് ലാപ്ടോപ്പ് കണ്ടെത്തിയതിന് ശേഷം ആയിരിക്കാം കോടതിയിൽ എത്തിക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. എന്തായാലും അല്പസമയത്തിനകം രാഹുൽ ഈശ്വറിനെ പുറത്തേക്ക് ഇറക്കുമെന്നൊരു വിവരം തന്നെയാണ് ലഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ വാദങ്ങളൊക്കെ പൊളിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്ക് മുറുകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ്. ഈ AI ആണോ ഡബിംഗ് ആണോ എന്നൊക്കെ വലിയ രീതിയിൽ ആശയക്കുഴപ്പം ആളുകൾക്കിടയിൽ സൃഷ്ടിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിച്ചിരുന്നു. പക്ഷേ അതിനൊക്കെ തന്നെയും ഒരു സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. ആ ശബ്ദരേഖകൾ, ആ ശബ്ദ സന്ദേശങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണെന്ന സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. പകുതിയോളം ശബ്ദരേഖകളാണ് ഇപ്പോൾ പരിശോധിച്ചിട്ടുള്ളത്. ബാക്കി കൂടി പരിശോധിക്കുമ്പോൾ സ്ഥിരീകരണം പൂർണ്ണമായും വരും എന്നത് തന്നെയാണ് രോഹിണി ഏറ്റവും എടുത്തു പറയേണ്ടത്.